എന്താ ഉണ്ടാക്കണേ അറിയില്ല. ഫിഷ് കട്ട്ലറ്റ്. അത് ഇൻട്രോ ഒന്നും വേണ്ട. ഇന്ന് ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കണം. കുറച്ച് നാരായണി എന്റെ മോള്, കൊച്ചുമോള്. കൊച്ചു കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അങ്ങനെ പറയണോന്ന്. അപ്പൊ ഇപ്പൊ പറയണോ? ഹായ്. ഇന്ന് എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിട്ട് ഒരു കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കണം. എന്ത് ഫിഷാ? ചൂര വാങ്ങിച്ചപ്പോ കുറച്ച് കൂടിപ്പോയി. മീൻമുട്ടയുടെ ഷേപ്പ് പോയടാ. മീൻമുട്ട പോയടാ. അതും കട്ട്ലറ്റിലിടോ? അതിട്ടാ മിന്നു വേണോ? വേണ്ട. എന്താ ചെയ്യണേ? പൊട്ടറ്റോ സ്മാഷ് ചെയ്യാൻ പോണം. പറ്റൂ? ഞാൻ ചെയ്യണോ? വേണ്ട. ആയാ? ഇതെന്തോ ഇട്ടെ? ഇതെന്തോ എന്താ മിക്സിയിൽ അടിച്ചിട്ട്? എന്താ ഇട്ടെ പറ. ഇതിപ്പോ ഒന്നും ഇട്ടില്ല. ഉരുളക്കിഴങ്ങ് മിക്സിയിൽ അടിക്കണില്ല. ഇപ്പൊ അടിക്കണ്ട. ഒറ്റ അടിവെച്ചിട. എന്തിനാ മിക്സിയിൽ അടിച്ചേ? മിക്സിയിൽ അടിച്ചതല്ല, കുറച്ച് രണ്ടെണ്ണം വേവ ഹാർഡായിട്ടിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് അതൊക്കെ വേണ്ട. ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അതൊക്കെ. എന്ത് ഒന്നുമില്ല. എന്ത് ഈ ആലു മിക്സിയിൽ അടിക്കണം ഭയങ്കര പ്രശ്നം? അങ്ങനെയല്ല, വേവാതെയൊക്കെ ഇരിക്കണം. വെന്തില്ലേ? എന്ത് പിന്നെന്താ? എന്താ കൈക്ക് ശക്തി കുറവ്. അത് പറയാൻ വയ്യ അല്ലേ? പോടോ. ഞാൻ ചെയ്യാമെന്നല്ലേ പറഞ്ഞേ? ചെയ്യണ്ടടോ, ഞാൻ ചെയ്തോണ്ടിരിക്കല്ലോ. കണ്ടന്റ് ഞാൻ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി തരും. അത് കണ്ണനെനിക്ക് കൊടുക്കുക. അത്രയും മതി കണ്ടന്റ്. കുറച്ച് മല്ലിയില പറിക്കാൻ. ഒരു സെക്കൻഡ്, ഞാൻ വന്നില്ല. എവിടെ മല്ലിയില? ഇത് ആഫ്രിക്കൻ മല്ലിയില. ഇതൊക്കെ എന്താന്ന് അറിയോ? ഇത് ചൂര, ഇത് സവാള, ഇത് പൊട്ടറ്റോ സ്മാഷ് ചെയ്തത്. ഈ ചൂര എന്തൊക്കെ ഇട്ടാ വേവിച്ചേ? ചൂര മഞ്ഞൾപ്പൊടിയും മസാലയും ഉപ്പും. മഞ്ഞൾപ്പൊടി, മസാലയോ? ഗരം മസാല. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. കുരുമുളകില്ല? കുരുമുളക് ഇനിയേ ചേർക്കോളൂ. എന്റെ പച്ചമണം മാറണവരെ ജസ്റ്റ് ഒന്ന്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഇതില് പിന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും പച്ചമുളകും. മുഖം കാണിക്കല്ലോ. മുഖം കാണിക്കല്ലോ. വേണ്ട, എന്തിനു മുഖം കാണിക്കാൻ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ സാധനം ഉണ്ടാക്കി തരും, മുഖം കാണിച്ചാൽ ഞാൻ ഉണ്ടാക്കി തരില്ല. ഇതില് പച്ചമുളക് കിട്ടോ? യെസ്, പച്ചമുളക് ഞാൻ അരച്ചില്ല. കുഞ്ഞുകൂനെ അരിഞ്ഞിട്ട്. അതൊക്കെ പറയണം. ഇതെന്താ? ഇത് സോൾട്ട്. പൊട്ടിച്ച് ഞാൻ അടിച്ചു വെക്കണത് കാണിക്കാം മോളെ. അത് മതി. എത്ര മുട്ട? ഒരു മുട്ട. വേണമെങ്കിൽ പിന്നെ എടുക്കാം. ബ്രൗൺ കളറാണ്. ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. റസ്ക് പൊടിച്ചത് അത് കുറച്ച് മതി. ഇത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ എളുപ്പമുണ്ട്. മതി. ഓഫ് ചെയ്യണേ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഇട്ട് ആദ്യം പൊട്ടിട്ട് പിന്നെ അവസാനം ഇടാൻ വയ്ക്കും. ഉള്ളി, മീൻ കറി, മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. മല്ലിയിലയും മീനും അതെല്ലാം കൂടെ. മല്ലിയില കൂടിയാലും കുഴപ്പമില്ല, നല്ല ഇതായിരിക്കും, ഫ്ലേവർ വരുമല്ലോ. ഇത് പൊട്ടറ്റോ. ചൂടുണ്ടോ? ഫുൾ പൊട്ടറ്റോ ഇടണ്ട. അതിന് ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ. അതിനാണ് ഈ പൊട്ടറ്റോ ചേർക്കണം. മനസ്സിലായി? അതിന്റെ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളതുകൊണ്ടേ ഉരുട്ടുമ്പോൾ നല്ല ഷേപ്പിനൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി ഇതായി ഒഴിപ്പോല്ലോ, സ്പ്ലിറ്റ് ആയി പോകും. ഇനി കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഒന്നുകൂടെ ചേർക്കാം. ഒരു കുരുമുളക് പൊടി, പെപ്പർ. എത്ര? ചെറിയ കുറച്ച്. അളവൊന്നുമില്ലല്ലേ? എനിക്ക് ടീസ്പൂൺ, ആ സ്പൂൺ ഒന്നുമില്ല. നമ്മളൊരു ഇതിലങ്ങ് ഇടുന്നുള്ളൂ. ഉപ്പ് നോക്കണേടാ. എടുക്കല്ലേ, കിടന്നത് എടുക്കല്ലേ. മീൻ മുട്ടയാ? ഉപ്പുണ്ട്. ട്രേ എടുത്തോണ്ട് ഉരുട്ടി വെക്കട്ടല്ലോ. പല ഷേപ്പ് ഉണ്ടാക്കും.
പല പല ഷേപ്പ് ഉണ്ടാക്കുക. എന്താ എണ്ണ ഏ? എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച തിളച്ചിട്ട് തിളച്ച വന്നിട്ട് നല്ല നോക്കട്ടെ, ശകലം ഒന്ന് ഇട്ട് നോക്കട്ടെ. ഓക്കെ. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മുട്ട മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് മുക്കണം അല്ലേ? ഇട്ടതെടുത്ത് ഒരെണ്ണം കൂടെ ഇടാം. തിരിച്ചിട്ടാ പെട്ടെന്നാവും അല്ലേ? എല്ലാം കുക്ക്ഡ് അല്ലേ? ജസ്റ്റ് ഒരു 1 minute അല്ലേ? റെഡി. അടുത്ത എന്താ ഉണ്ടാക്കാൻ പോണ? ഒരു മയോണൈസ്, 2 മുട്ട, യോക്ക് ഇടും അല്ലേ? എല്ലാം ഇടും അല്ലേ? അല്ല വേണമെങ്കിൽ യോക്ക് ഇടാം. നമുക്ക് കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ. യോക്ക് അൺഹെൽത്തി ആണ്. യോക്ക് കൂടുതൽ ചിലരെ കഴിച്ചിടല്ലോ. 3 വെളുത്തുള്ളി, 3 എണ്ണം, ഒരു 2 ചില്ലി. അതായത് 2 എണ്ണം മതിയോ? അത് 2 എണ്ണം മതി, കൂടുതൽ എരി വേണ്ട. അന്ന് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് എരി ആയിരുന്നില്ലേ, ഇതിന്റെ അരി കളഞ്ഞിട്ടുണ്ടാക്കാം, അപ്പൊ കുറച്ച് എരി കുറയും. നന്നൂന് കൊടുക്കാനുള്ളതല്ലേ, അധികം എരി വേണ്ട, 2 എണ്ണം മതി. അരി പോകുമ്പോ കുറെ എരി പോകും. അരി പോകുമ്പോഴേ എരി പോകും. എന്നിട്ട് 1 സ്പൂൺ പാല്. 1 സ്പൂൺ മതിയോ? 1 സ്പൂൺ പാല്. ഇത്തിരി ഉപ്പ് വേണ്ടേ? മറന്നു. ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണമായിരിക്കും. വേണം, കുറച്ച് ഉപ്പ് വേണ്ടേ അല്ലേ? നോക്കാം. എന്നിട്ട് കുറച്ചുകൂടെ പാല് വേണം. കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ. പാല് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ പാല് ചേർത്തായിരുന്നു. ഇതാണ് മയോണൈസ്. ഹെൽത്തി അല്ലേ? ഒന്നും കൂടെ നല്ല മണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഒന്നും കൂടെ ഒന്ന് അടിക്കാം അല്ലേ? വേണോ? ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഉപ്പ് മതിയെന്ന് തോന്നുന്നു. അതെയോ? ഉപ്പ് കറക്റ്റ് ആണ്. ശകലം കൂടെ. ഇപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസി ആയല്ലേ? എങ്ങനെയുണ്ട്? മയോണൈസിലോട്ട് കുഴച്ചാക്കായി. അത് കാണിക്കണ്ട. എന്താ? അല്ല കാണിച്ചാൽ ഇത് കാണിക്കണ്ട. മിക്സിയിലിട്ട് എടുക്കുന്ന കാണിക്കണ്ട. ആവശ്യമില്ലാതെ കാണിച്ചോണ്ടേ അമ്മേനെ ജന്മത്തുണ്ടാക്കി തരില്ല. എന്ത്? ഇത് കാണിക്കാമോ? ഒന്നും കാണിക്കണ്ട. മയോണൈസ് മാത്രല്ല, കട്ട്ലറ്റും കൂടെ കഴിക്കണം. എടുത്ത് ഇതിൽ തേച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, ഒരെണ്ണം എടുത്ത് കഴിക്കണം കേട്ടോ. നാനാ നീ കഴിച്ചു നോക്കിയ. കൊള്ളാമോ? കേക്ക് അല്ലടാ, അത് കട്ട്ലേറ്റ്. അടിപൊളി ചായ. ഇത് കൊള്ളാം. എന്താടാ നിനക്ക് സോസിൽ നോക്കി മയോണൈസിൽ നോക്കി. അടിപൊളി. നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കണ ഇഷ്ടം. ഇപ്പോൾ കട്ട്ലറ്റും മയോണൈസും അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മയോണൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ എണ്ണ ചേർക്കുന്നില്ല, വിനാഗിരി ചേർക്കുന്നില്ല, ഒന്നുമേ ചേർക്കുന്നില്ല. ബോയിൽഡ് എഗ്ഗും 2 ചില്ലിയും 3 ഇത് വെളുത്തുള്ളി ഇട്ട് ഒരു 2 സ്പൂൺ പാലോ അല്ലെങ്കിൽ 3 സ്പൂൺ അതിൻ്റെ ഇതാകുമ്പം നല്ല രസമായിട്ടുള്ള ഒരു മയോണൈസ് കിട്ടും. നല്ല ഹെൽത്തിയാണ്, പിള്ളേർക്കൊക്കെ കൊടുക്കാം. പിന്നെ കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റ് എല്ലാവരും അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കും, നല്ലതാണ്. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ബൈ ബൈ പറയണ. Bye.